അപ്പച്ച, പുലിക്കാട്ടിൽ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കാത്തുരക്ഷിക്കാൻ ഈ മകന് കെൽപ്പ് തരണേ. ആലീസേ, ഒന്നിങ്ങി വന്നേ. ആ, ലെറ്റർ അയച്ചിട്ടും വണ്ടികളുടെ CC കുടിശ്ശികൾ തീർക്കാത്തവരുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടോ? ഉണ്ട് സർ. വായിച്ചേ. നീണ്ടൂർ തൊമ്മി, KP ചന്ദ്രശേഖരൻ, മോനിപ്പള്ളി ജോയി, CK ജീവൻ, ഇവരൊക്കെ 6 മാസമായിട്ട് ഒരു പൈസ പോലും അടച്ചിട്ടില്ല സർ. എന്റെ കർത്താവേ, ഞാൻ തെണ്ടുവല്ലോ. ആ അന്തോണി പോയി അന്വേഷിച്ചിട്ട് എന്തായി? അന്തോണിച്ചേട്ടൻ ചെന്നപ്പോ നീണ്ടൂർ തൊമ്മി ഭീഷണിപ്പെടുത്തി വിട്ടെന്നാ പറഞ്ഞത്. എന്നതാ ഭീഷണിപ്പെടുത്തി വിട്ടെന്നോ? അന്തോണി വരുമ്പോ എന്നൊന്ന് കാണാൻ പറ. ഈ പുലിക്കാടൻ ആരാണെന്ന് തൊമ്മിയെ ഞാൻ കാണിച്ചു കൊടുക്കാം. പൊക്കോ. ആശാൻ രാവിലെ തന്നെ അണ്ടർഗ്രൗണ്ടിലാണല്ലോ. എടാ, എന്റെ ഫ്യൂൽ ലൈൻ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? കുര്യാപ്പള്ളി പറഞ്ഞതൊക്കെ ശരി. പക്ഷെ മൂത്ത 2 പെമ്പിള്ളേർ നിൽക്കുമ്പോ ഇളയന്റെ കല്യാണം നടത്താന്ന് വെച്ചാ അത് ശരിയാവത്തില്ല. ഓ, ആശാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ഒന്നിന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല. ഒത്തു വന്നതങ്ങ് നടത്തണം. ഈയിടെ അങ്ങനെ ഒപ്പിച്ചിട്ട് 2-3 എണ്ണം വാങ്ങിച്ചു കൂട്ടിയത് ഞാൻ കേട്ടു. സത്യം പറയാമല്ലോ, 5-6 എണ്ണം കിട്ടി. ഖത്തറി ജോലിയുള്ള ചെറുപ്പക്കാരന്റെ കല്യാണം ഞാൻ നടത്തി. അവരുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ചെറുപ്പക്കാരൻ എന്റെ വീട്ടിൽ വന്നു. ഞാൻ സന്തോഷത്തോടെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. പറഞ്ഞിട്ട കാശൊക്കെ എനിക്ക് തന്നിരുന്നു. ഇനിയും വല്ലതൊക്കെ കിട്ടുമെന്ന് കരുതി നിൽക്കുമ്പോ അവൻ 5-6 ഇടി എനിക്കിട്ട. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പം കല്യാണം കഴിച്ച പെണ്ണിന്റെ കാലി മന്തുണ്ടെന്ന്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണിന്റെ എവിടെയെല്ലാം മന്തുണ്ടെന്ന് എനിക്ക് തപ്പി നോക്കാൻ ഒക്കുവോ? പിന്നെ ആശാന്റെ മൂത്ത മോളാണ് ഊമ. അതിന്റെ ഇളയതിനാണ് പഠിപ്പില്ല. ആലീസിന് ജോലി ഉള്ളത് കൊണ്ടാണ് പൊന്നും പണവും ഒന്നും വേണ്ടാന്ന് പറഞ്ഞ ആളുകൾ വരുന്നത്. അതങ്ങ് നടക്കട്ടെ, ബാക്കിയുള്ളവർക്ക് നമുക്ക് വഴിയുണ്ടാക്കാമെന്ന്. അതൊക്കെ ശരി. പക്ഷെ മോളിക്കുട്ടിയുടെ ഡേസിയുടെ കല്യാണം നടക്കാതെ ആലീസിന്റെ ആലോചിക്കുന്ന പ്രശ്നമില്ല. ഞാൻ നടത്തുകയില്ല. എടാ മോനെ, മോളിക്കുട്ടിയെ കെട്ടിക്കാതെ ഇളയതുങ്ങളുടെ കാര്യം നടത്തിയാൽ അവള് വീട്ടിലിരുന്ന് മൂത്ത് നരച്ചു പോകും. കുറച്ചു ബുദ്ധിമുട്ടിയാലും അവിടെ കല്യാണം കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരുടെ കാര്യം തീരുമാനിക്കുന്നത്. അവക്ക് എന്നതാടാ ഒരു കുറവ്? സംസാരിക്കാൻ കഴിവില്ലെങ്കിലും എല്ലാവരെക്കാളും കാണാൻ നല്ലത് അവളല്ലയോ? ആ സൗന്ദര്യം കൂടിയതാ അവക്ക് വന്ന കുഴപ്പം. സൗന്ദര്യമൊന്നുമല്ല അമ്മച്ചി ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പ്രധാനം. ജോലിയുണ്ടോ അത് മതി. 2 പേർക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ. എന്തിനാ എന്നും രാത്രിയാവുമ്പോ അപ്പച്ചനും വല്യമ്മച്ചും കൂടെ കല്യാണാലോചന നടത്തുന്നേ? നടക്കേണ്ടതൊക്കെ ആ നേരത്തെ അങ്ങ് നടന്നോളും. ചേച്ചിയുടെ കാര്യം കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ. നേരെ ഒരുപാടായി, വന്ന് കിടക്കാൻ നോക്ക്. കർത്താവേ, എല്ലാം മംഗളമായിട്ട് നടക്കണേ. സണ്ണി, എല്ലാ കാര്യങ്ങളും ഏറ്റല്ലോ. ഒന്ന് സമാധാനമായിട്ട് ഇരിക്കേണ്ട അച്ചായ. മുതലാളി നമ്മുടെ സ്വന്തം ആളല്ലേ. ഈ സണ്ണിയാ പറയുന്നത് അച്ചായന്റെ ഈ വണ്ടിക്ക് 70,000 CC വാങ്ങി തന്നിരിക്കും. അറിയാ? പിന്നല്ലാതെ നല്ല കണ്ടീഷൻ വണ്ടിയല്ലയോ. എന്നാ ക്ലച്ചും സ്റ്റിയറിംഗും ബ്രേക്കുവാ. ഓടിക്കാൻ തന്നെ എന്നാ സുഖ. ഏത് കോത്തായത്തുകാരൻ ഈ വണ്ടിക്ക് കണ്ണു അടച്ച് പാട്ടും പാടി 70,000 വരും. അറച്ചു കുഞ്ഞു അച്ഛാ, നമ്മുടെ കമ്മീഷന്റെ കാര്യം മറക്കരുത്. ആദ്യം ഇടപാട് നടക്കട്ടെ, പിന്നല്ലേ കമ്മീഷൻ. ഒന്ന് ക്ഷമിക്കേണ്ട അച്ചായ, വിവരമില്ലാത്തോണ്ട് പറഞ്ഞതല്ലേ. കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് നടന്ന പറഞ്ഞതോടെ ഇരട്ടി തരാനും അച്ചായം മടിക്കത്തില്ല. വന്നാട്ടച്ചായ. Good morning. Please take your seat. Thank you. What can I do for you? The finance his jeep CC arranged by Mahindra Diesel International. ഇതേതന്നെ ജീപ്പിന്റെ പേരിൽ ലോൺ എടുക്കാമെന്ന്. ആദ്യം പുലിക്കാടൻ സാറിനെ കണ്ട് സംസാരിച്ചിട്ട് വരൂ. Okay. Thank you, madam. No mention, please. Welcome. It's all right. Very smart. വണ്ടിക്ക് CC തന്നപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതാ കറക്റ്റ് ടൈമിന് പണം അടയ്ക്കണമെന്ന്. നീ അടച്ചോ? ഇല്ലല്ലോ. എന്താ അടയ്ക്കാത്തെ? വണ്ടിയുടെ RC ബുക്കും ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും എന്റെ കയ്യിലാ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. വെറും വണ്ടി മാത്രമേ ഉള്ളൂ നിന്റെ കയ്യിൽ.
ആദ്യത്തെ 1-2 മാസം നീ കറക്റ്റ് ആയിരുന്നു എന്നെ സൂചിപ്പിക്കാൻ. ഇനി 4 കുടിശ്ശികൾ കൂടി ബാക്കിയുണ്ട്. പറ്റത്തില്ല ജോസേ, പറ്റത്തില്ല. നാളെ 10 മണിക്കകം പണം അടച്ചില്ലെങ്കിൽ ഈ പുലിക്കാടൻ ആരാണെന്ന് നീ അറിയും. നിന്റെ വണ്ടി എന്റെ ഷെഡേ കിടക്കും. വേണ്ട വേണ്ട, നീ ഒന്നും ഇങ്ങോട്ടുണ്ടാക്കണ്ട. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. പണം വാങ്ങാൻ വരുമ്പോഴുള്ള സ്നേഹവും വിനയവും ദൈവവിചാരവും ഒന്നും അത് കൈ കിട്ടിക്കഴിയുമ്പോ കാണത്തില്ലെന്നേ. അപ്പോ നിങ്ങളൊക്കെ എന്നാത്തിനാ വന്നേ? വണ്ടിക്ക് ഫൈനാൻസ് കിട്ടുമെന്ന് അറിയാമെന്ന്. ഓഹോ, നമ്മളെ മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ കടമറ്റന്ന് വരിക. ഞാൻ സണ്ണി, ഇവൻ കറിയാച്ചൻ, ഇത് ഈനാശ് ചേട്ടൻ. ഈനാശ് ചേട്ടന്റെ 85 മോഡൽ ഒരു മഹീന്ദ്ര ജീപ്പ് ഈട് വെച്ചിട്ട് 70,000 രൂപ കടം തരണം. CC വണ്ടി കണ്ടീഷനാ, ഡോക്യുമെന്റ്സ് കറണ്ടാ. ഈനാശ് ചേട്ടൻ ബസ് സർവീസ് ഒക്കെ ഉണ്ടായിരുന്ന ആളാ. ഓഹോ, അത് കേസും പ്രശ്നമൊക്കെ ആയി അല്പം പ്രോബ്ലത്തിലാ. ഇപ്പൊ ഈ ഒരു ജീപ്പേ ഉള്ളൂ. കുറച്ച് രൂപയുടെ അത്യാവശ്യം വന്നോണ്ടാ അല്ലെ? അതെ. ദൈവം എന്ന് പറയുന്നവൻ ഭയങ്കര ബുദ്ധിമാനാ. പുള്ളിക്കാരൻ അറിയാം ആരുടെ കയ്യിൽ പണം കൊടുക്കണം, ആരുടെ കയ്യിൽ പണം കൊടുക്കണ്ടെന്ന്. ഞാൻ പണം നശിപ്പിക്കുകയല്ലെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് അങ്ങേര് വാരിക്കോരി തരുന്നത്. പേരെന്താന്നാ പറഞ്ഞേ? ഈന്തപ്പുരയിൽ ഈനാശു. ഈന്തപ്പഴം ഈനാശു. പൊര. പോരെ എങ്കിൽ പോരാ. ഈനാശുവിന് കൊടുത്താൽ നശിപ്പിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അത് കൊടുക്കാത്തതും. ശരിയല്ലേ മിസ്റ്റർ ഈനാശു? ഞാൻ ഈനാശുവിന് പണം കൊടുത്താ കർത്താവ് എന്നോട് ചോദിക്കും, എടാ പുലിക്കാടാ വിവരദോഷി, ഞാൻ നിനക്ക് സൂക്ഷിക്കാൻ തന്ന പണം നീ അത് സൂക്ഷിക്കാൻ അറിഞ്ഞൂടാത്തവൻ എന്തിനു കൊടുത്തു എന്ന്. അപ്പൊ ഞാൻ പറയും, എന്റെ കർത്താവേ, 85 മോഡൽ ഒരു മഹീന്ദ്ര ജീപ്പിന്റെ മുതല് കണ്ടിട്ടാണേ ഞാൻ 45,000 രൂപ കൊടുത്തത് എന്ന്. അയ്യോ, 45,000 പോരെ മുതലാളി. ഒരു 70,000 കിട്ടിയാലേ കാര്യം നടക്കും. ഓ, പറ്റുകയല്ല. ഒരു 60,000 രൂപയെങ്കിലും പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാ ഒരു 50,000 എങ്കിലും. വേണമെങ്കിൽ 45,000 രൂപ മേടിച്ചോണ്ട് പോടാ കൊച്ചനെ. സമ്മതമാണെങ്കിൽ RC ബുക്കും വണ്ടിയുടെ പേപ്പറും ഒക്കെ ആലിസിനെ ഏൽപ്പിച്ചിട്ട് നാളെ രാവിലെ ഇങ്ങോട്ട് വാ. അയ്യോ, ശരി. ആ എമൗണ്ട് തീരെ കുറവായി പോയി മുതലാളി. എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈനാശ് ചേട്ടാ? ഈ ആവശ്യക്കാരന് ഔചിത്യം ഇല്ലെന്ന് പറയുന്ന പോലെ ചേട്ടൻ കൂടുതൽ ചോദിക്കും. മുതലാളിക്ക് അതിന്റേതായിട്ടുള്ള പരിമിതികളില്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം. അല്ല, അപ്പോഴേ നിങ്ങൾ ആരുടെ മുതലാളി സൈഡിലാണ്? ഒന്നും പറയണ്ട. ആ. ദൈവം മുതലാളിയോട് 45,000 രൂപ തരാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതൊരു പൈസ പോലും ഞങ്ങൾ കൂടുതൽ വെക്കത്തില്ല. ഞങ്ങളും കുടുംബത്തിൽ പറഞ്ഞ ഈശ്വര വിശ്വാസികളാണ്. അയ്യോ, എനിക്കത് പോരാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 85 മോഡൽ ഒരു മഹീന്ദ്ര ജീപ്പിന് കിട്ടാവുന്ന ഒരു മാക്സിമം അല്ലേ? എന്താ ഇത്? ഒന്നുമില്ല. പുള്ളി ഹാപ്പിയാ, വളരെ ഹാപ്പിയാ. നോക്കോ. നാളെ വരാം. ചേട്ടന്റെ വണ്ടി ആയതുകൊണ്ട് പറയല്ല. ആ വണ്ടി വിറ്റാ പോലും ഇത്രയും കാശ് കിട്ടത്തില്ല, അറിയോ? പിന്നല്ലാതെ അതിന്റെ ക്ലച്ചും ഗിയറും പുഷും ഒന്നും ശരിയല്ല. മൊത്തത്തിലൊരു ഷിവറിങ്ങും. ദൈവദോഷം പറയാടാ ദുഷ്ടന്മാരെ. ഇത്രയും കണ്ടീഷനുള്ള ജീപ്പ് നമ്മുടെ നാട്ടിൽ കാണത്തില്ല. അങ്ങനെ സമ്മതിച്ചു. പിന്നെ 45,000 രൂപ എന്ന് പറയുന്ന അത്ര നിസ്സാര തുകയൊന്നുമല്ലല്ലോ. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഇംഗ്ലീഷിൽ എന്താ? പ്രോവർബ്. വായി നോക്കി നിൽക്കാതെ അടുത്ത് വീശ്. എനിക്കങ്ങ് വേണ്ട. ചേട്ടന് ഹോട്ട് ഡ്രിങ്ക്സ് ഇഷ്ടമല്ലായിരിക്കും, ശീമ മദ്യം. എന്നാ പിന്നെ കുറച്ച് ചപ്പാത്തിയും ചിക്കനും ഓർഡർ ചെയ്യും. എനിക്ക് വേണ്ട. എന്നാ പിന്നെ ഞങ്ങൾക്ക് വേണം. ചൈനീസ് ആയിക്കോട്ടെ അല്ലേ? അതെ. ചേട്ടന് ഈ ചിക്കനും മട്ടനും വയറിന് പിടിക്കത്തില്ലായിരിക്കും അല്ലേ? ചിലർക്ക് അങ്ങനെയാ. ഈ വയറിന് ആമാശയ സംബന്ധമായിട്ട് എന്തെങ്കിലും രോഗങ്ങൾ കാർന്ന് നേരം കുറെ ആയി, നമുക്കങ്ങ് പോയാലോ? ഇത്രയും ദൂരം ജീപ്പ് ഓടിച്ചു പോകാന്ന് വെച്ചാ ഡീസലിന്റെ ഒക്കെ ഒരു വിലയെ. ജീപ്പ് നമുക്ക് വിളിച്ചിട്ട് ബസ്സിൽ പോയാലോ? ചേട്ടൻ മാത്രം പോയാ പോരെ? ഞങ്ങളുടെ രണ്ടുപേരുടെ വണ്ടി കൂടി ലാഭിക്കാം. അതും നേരെയാ. എന്നാ പിന്നെ ചേട്ടച്ചല്ലേ? പിന്നെ ഒരു 500 എന്തിനാ? ഞങ്ങളുടെ ഇന്നത്തെ ചെലവിന്. നമ്മുടെ ഈ ലോഡ്ജ്, ഫുഡ്, ഡ്രിങ്ക്സ്, പിന്നെ സോഡ 500 രൂപ മതിയാവോ സണ്ണി? നമ്മുടെ ഇനാശോട്ടനല്ലേ, അത് മതി, ബാക്കി കേട്ടോളാം. അല്ല, അതെ, നമുക്കിപ്പോ ഒരുമിച്ചങ്ങ് പോയിട്ട് നാളെ കാലത്ത് തിരിച്ചു വന്നാലോ? കൂടുതൽ വാചടിക്കാതെ 500 രൂപ എടുക്കുക. എന്റെ കൂട്ടുകാരനാണ്ട് പറയല്ല, ഇത്രയും സേവന മനോഭാവമുള്ള ഒരുത്തന് എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ അല്ലേ നക്കിത്തനം കാണിക്കാടോ മാപ്പിളെ. തൊട്ടി പോലത്തെ വണ്ടിക്ക് 45,000 ചോള പോലെ നാളെ എണ്ണി മേടിക്കാൻ പോലെ. ചേട്ടല്ലേ? ഗുഡ് നൈറ്റ് ചേട്ടാ. അപ്പൊ പറഞ്ഞ പോലെ അവസാന വണ്ടിയും തെറ്റും പോ. അല്ല, അപ്പൊ നാളെ കാണാം. ഓ, 500 രൂപ. എടക്കറിയാ, എനിക്ക് ടൗൺ വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്തെങ്കിലും ഒരു ചുറ്റിക്കളിയായിട്ട് ഇവിടെ തന്നെ കൂടിയാലോ? അത് ശരിയാ. നമുക്ക് ഇതേപോലെ ആരെങ്കിലും ഒക്കെ പറ്റിച്ച് ഇവിടെ തന്നെ അങ്ങ് കഴിയാം. ഈ ആഴ്ച പാവ ഈനാശിനെ കിട്ടി. അടുത്ത ആഴ്ച എന്ത് ചെയ്യും?
ഒരു ഇനാശു പോയാ വേറെ ഇനാശു. അടി പാഴ്സലായിട്ട് വരും. ഉള്ള നക്കിയിട്ട് പോ. ഈ RC ബുക്ക് കാണിച്ച് നിങ്ങൾ എവിടെന്നെങ്കിലും പൈസ എടുത്തിട്ടുണ്ടോ? അത് ബുക്ക് നോക്കി അറിയില്ലേ? ആ ഇതിലൊന്ന് ഒപ്പിട്ടെ. ഞാനെന്തിനാ ഒപ്പിടുന്നത്? ലോൺ എടുക്കുന്നത്? നിങ്ങൾ വിറ്റ്നസ്സാ. ഫിറ്റ്നസ്സോ? അതൊരു സിനിമയല്ലേ? കൂടുതൽ തമാശയൊന്നും വേണ്ട, ഒപ്പിട്ടാ മതി. എങ്ങനെയുണ്ട്? നിങ്ങൾക്കിത് എത്ര ഒപ്പുണ്ട്? അങ്ങനൊന്നുമില്ല, ഒരു സ്റ്റൈലിന് ഞാൻ പലപ്പോഴും പല ടൈപ്പിൽ ഒപ്പിടും, ഒരു ചേഞ്ചിന്. ഇതൊക്കെ എവിടുന്ന് കുറ്റം പറിച്ചു വരുന്നുണ്ട് കർത്താവേ. കറക്റ്റ് മാഡം. ഒന്നുമില്ല, ഞങ്ങൾ വേറെ കാര്യം പറഞ്ഞ ഏ പേഴ്സണൽ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. മുതലും പലിശയും കൃത്യസമയത്തിന് ഇവിടെ അടച്ചിരിക്കണം. ആ കാര്യത്തിൽ മുതലാളി ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, കൃത്യമായിട്ട് അടച്ചിരിക്കും. അടച്ചില്ലെങ്കിൽ ഈനാശുവേട്ടനല്ല, എന്റെ അപ്പൻ സാക്ഷാൽ പുളിമൂട്ടിൽ തോമസ് ഏട്ടനാണെങ്കിലും വണ്ടി ഞങ്ങൾ പിടിച്ച് മോലാളുടെ കസ്റ്റഡി കൊണ്ടിടും. സ്ട്രിക്റ്റാ, വളരെ സ്ട്രിക്റ്റാ. ഞങ്ങളുടെ പോളിസിയാണ്. നാട്ടിലും ഞങ്ങൾ ഈ പണിയാ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയുള്ള ഒരു ഫിനാൻസ് കമ്പനി പൂട്ടിച്ചിട്ടാണ് ഞങ്ങൾ ഈ പണിക്കിറങ്ങിയത്. പൂട്ടിയത് കൊണ്ടാണ് ഈ പണിക്ക് അതെ, ഇറങ്ങിയത്. അവര് പിന്നെ ഫിനാൻസ് കമ്പനിക്കാർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് തെറ്റി, അല്ല ഞങ്ങളുടെ കുഴപ്പമൊന്നുമില്ല. ഈ സണ്ണി ആൻഡ് കറിയെ മുതലാളിക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. നിങ്ങൾ കൊള്ളാമല്ലോ, നല്ല രസികന്മാരാ. അതെ, എനിക്ക് ഇങ്ങനെയുള്ളവര് വലിയ ഇഷ്ടമാ. ഞങ്ങൾക്കും. അപ്പോഴേ ഇതാണോ നിങ്ങളുടെ ജോലി? അല്ല, അതെ. അതെ, വേറൊരു ജോലിയും കിട്ടാത്തോണ്ട്. കിട്ടാത്തോണ്ടല്ല, ഞങ്ങൾ പോവാത്തോണ്ടാ. അതാ മെയിൻ റീസൺ. നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാവോ? അതൊന്നും ചിന്തിക്കേണ്ടി വരും. ചിന്തിക്കാൻ ഒന്നുമില്ല മുതലാളി. ഇല്ല. ചേട്ടാ, ഒരു 10 മിനിറ്റ് പുറത്തുനിന്ന് ഞങ്ങൾ വേറെ ബിസിനസ് സംസാരിക്കട്ടെ. അച്ഛല്ലേ, മേടിച്ചില്ലേ? ഓ, എന്ത് ജോലിയാ മുതലാളി? നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ. വണ്ടി CC എടുത്തിട്ട് പണം അടയ്ക്കാത്ത ചില കള്ള കഴിവേറികളുണ്ട് ഇവിടെ. ഒന്നുകിൽ എനിക്ക് എന്റെ പണം, അല്ലെങ്കിൽ വണ്ടി, അതെനിക്ക് കിട്ടണം. അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ? അത് പിന്നെ അത്രേ ഉള്ളോ? വെറുതെ വേണ്ട, ദൈവത്തിന് നിരക്കുന്ന കമ്മീഷൻ എന്തുവാന്ന് വെച്ചാ ഞാനതങ്ങ് തരാം. എങ്കിൽ ഞങ്ങൾ ഏറ്റവും മുതലാളി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്. ചിലപ്പോഴേ ഗുണ്ടായുസമൊക്കെ വേണ്ടി വരും. ഗുണ്ടായിസോ? ആ. അത് ഞങ്ങൾക്ക് പുത്തരിയൊന്നുമല്ല. മാത്രമല്ല, ഗുണ്ടായിസം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ഇതിലിപ്പോ ഗുണ്ടായിസല്ല, കുറച്ചൊക്കെ ബ്രെയിൻ. അതാണ് മെയിൻ. അതെ, എന്താ വേണമെന്ന് വെച്ചാൽ മുതലാളി പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. എങ്കിൽ ഈ പുലിക്കാട്ടിൽ ഫൈനാൻസേഴ്സിന്റെ വണ്ടി പിടുത്തക്കാരായി ഞാൻ നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഈ വലിയ പുലിയുടെ കൊച്ചു പുലികളായി. വണ്ടി ഒന്നുക്ക് 2000 രൂപ. ആലീസിന്റെ കയ്യിൽ കുടിശ്ശിക അടയ്ക്കാനുള്ള വണ്ടികളുടെ ലിസ്റ്റും പേപ്പേഴ്സും ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും ഒക്കെ ഉണ്ട്. മേടിച്ചോ, ഇന്ന് തന്നെ ഡ്യൂട്ടി ജോയിൻ ചെയ്തോ. ശരി മുതലാളി. കൺഗ്രാചുലേഷൻ. ഒത്തിരി വണ്ടികളൊക്കെ പിടിച്ച് മിടുക്കന്മാരായി വാ. ഓഹോ, ഈ പുലിയുടെ മാനം കാക്ക്.